കോഴിക്കോട് മുക്കത്ത് 2 സ്ഥലങ്ങളിൽ നിന്നായി 2 കിലോ 800 ഗ്രാമിലധികം MDMAയുമായി 2 പേർ പിടിയിലായ സംഭവത്തിൽ പോലീസ് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി താമരശ്ശേരി ഡിവൈഎസ്പി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. മയക്കുമരുന്നിന്റെ ഉറവിടം, പ്രതിയുടെ കൂട്ടാളികൾ, സാമ്പത്തിക സ്രോതസ് എന്നിവയാണ് പ്രധാനമായും അന്വേഷിക്കുക. പോത്ത് കച്ചവടക്കാരനായ പ്രതിയുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കും. അതിനിടെ വടകര നാർക്കോട്ടിക് കോടതിയിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി മുക്കം പുളപ്പോയിൽ പുല്ലമ്പാടി പറമ്പിൽ പി മുഹമ്മദ് ഹനീഫയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷ നൽകി. ഇതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. ഏപ്രിൽ 2-നാണ് MDMAയുടെ വൻ ശേഖരം പിടികൂടിയത്. സംഭവത്തിൽ മുഹമ്മദ് ഹനീഫയെ കൂടാതെ കോഴിക്കോട് ബേപ്പൂർ സ്വദേശി റെയ്ഹാനത്ത് പിടിയിലായിരുന്നു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ടി ഫറാഷ് IPSന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ നാർക്കോട്ടിക് ഡിവൈഎസ്പി ടി ഉത്തംദാസിന്റെ നേതൃത്വത്തിലുള്ള നാർക്കോട്ടിക് സെല്ലിലെ ഡാൻസാഫ് സംഘവും താമരശ്ശേരി ഡിവൈഎസ്പി വിനോദ് കുമാറിന്റെ കീഴിലുള്ള മുഖം പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മുഹമ്മദ് ഹനീഫയിൽ നിന്ന് 517 ഗ്രാം MDMA ആദ്യം പിടികൂടി. തുടർന്ന് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്കി MDMA പിടികൂടിയത്. നോട്ട് എണ്ണുന്നതിനുള്ള കൗണ്ടിംഗ് മെഷീനും പാക്കിങ്ങിനുള്ള നിരവധി കവറുകളും നിരവധി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ത്രാസുകളും കണ്ടെടുത്തു. ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മുഹമ്മദ് ഹനീഫ ലഹരി എത്തിക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. നിരന്തരം ഇതിനായി ഇയാൾ വിമാനയാത്രകളും നടത്താറുണ്ട്. കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് വിമാനത്തിൽ തിരിച്ച് ട്രെയിനിലുമാണ് യാത്രകൾ നടത്തിയിരുന്നത്. വർഷങ്ങളായി ഒഡീഷയിൽ നിന്ന് കാലികളെ ഇറക്കി ആന്ധ്രയിലും മറ്റും വിൽപ്പന നടത്തിയിരുന്ന ഹനീഫ പിന്നീട് ലഹരി കച്ചവടത്തിലേക്ക് തിരിയുകയായിരുന്നു. ഡാൻസാഫ് SIമാരായ വിനീത് വിജയൻ, രാജീവ് ബാബു, K ശ്രീരാഗ്, മനോജ് രാമത്ത്, ASIമാരായ VV ഷാജി, NM ജയരാജൻ, CM സുനിൽകുമാർ, SCPOമാരായ PP ജിനീഷ്, AK രതീഷ് ലാലിജ്, CPOമാരായ TK ശോഭിത്, VK അഖിലേഷ്, MT മിഥുൻ മോഹൻ, DB ലിഥിൻ, റിജേഷ്, അനൂപ് സെൻ, ജയന്തി റീജ, PK ജിഷ എന്നിവർ ചേർന്ന സംഘമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടത്തിയത്. കേരള പ്രണാമ ന്യൂസ്, കോഴിക്കോട്.